വാട്സ്ആപ്പ് ട്രില്യനേഴ്സ് ഞാൻ നിങ്ങൾ സ്വന്തം അഭിഷേക് ഷെനോയ് ക്രിപ്റ്റോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾറൈറ്റ്, സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ബിറ്റ്കോയിൻ ബോട്ടമിനെ കുറിച്ചാണ്. നൗ ബിറ്റ്കോയിൻ ബോട്ടം എന്ന് പറയുമ്പോൾ ഗൈസ് എക്സാക്ട്ലി ബിറ്റ്കോയിൻ എത്ര വരെ പോകുമെന്ന കറക്റ്റ് എമൗണ്ട് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് മാർക്കറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ. ബട്ട് ദെൻ കൺസിഡറിങ് സം എന്താ പറയുക ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ് വി ക്യാൻ കാൽക്കുലേറ്റ് റൈറ്റ്. ഏകദേശം എത്ര വരെ താഴെ ബിറ്റ്കോയിൻ പോകുമെന്ന് ചെറിയ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ഹിസ്റ്ററി കൺസിഡർ ചെയ്തിട്ട് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ്, ലോകത്ത് എന്താണ് നടക്കുന്നത്, ഗ്ലോബലി പൊളിറ്റിക്കലി എന്താണ് നടക്കുന്നത്, സോ അതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സീരീസ് ആണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ബിറ്റ്കോയിൻ എത്ര വരെ താഴെ പോകാം, ബിറ്റ്കോയിൻ ബോട്ടം സീരീസ് ആണിത്. സോ അതിന്റെ ഫസ്റ്റ് പാർട്ടാണിത്. ഈ പാർട്ടിൽ ഞാൻ മൂവിംഗ് ആവറേജസ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് ബിറ്റ്കോയിൻ എത്ര വരെ താഴെ പോവാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, ഫസ്റ്റ് പാർട്ടിൽ. റൈറ്റ്, സോ വാച്ച് മീ. സോ ഫസ്റ്റ് ഞാൻ ബിറ്റ്കോയിൻ്റെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ടൈം ഫ്രെയിം വീക്ക്ലി ടൈം ഫ്രെയിം ആണ് ഗൈസ്. ആസ് യു ക്യാൻ സീ ഹിയർ വീക്ക്ലി ടൈം ഫ്രെയിം. ഓക്കെ, ബിറ്റ്കോയിൻ ചാർട്ട് ട്രേഡിംഗ് വ്യൂ ആണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, ഫ്രീ ആണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. റൈറ്റ്, സോ ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ മൂവിങ് ആവറേജസ് ആണ് എടുക്കുന്നത്. റൈറ്റ്, ഓക്കെ. സോ മൂവിങ് ആവറേജസ് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്തു, ബിക്കോസ് 2 MA വേണം നമുക്കിവിടെ. അതിൽ സെറ്റിങ്സിൽ പോവുക, ദെൻ ചേഞ്ച് 9 to 50. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ 50 ആണ്. അത് നമുക്ക് ഗ്രീൻ ആക്കാം. ഓക്കെ, നൗ സെക്കൻഡ് MA നമ്മൾ കൊടുക്കുന്നത് 200 ആണ്. റൈറ്റ്, 200 കൊടുത്തു, റെഡ് കളർ. ഓക്കെ, സോ റെഡും ഗ്രീനും. നൗ MA വെച്ച് കഴിഞ്ഞാൽ നമ്മൾ, അതായത് 50 MAയും 200 MAയും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്, നൗ ഇതിൽ ഗ്രീൻ ലൈൻ നിങ്ങൾ കാണുന്നത് 50 MA ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന റെഡ് ലൈൻ കാണുന്നത് 200 MA ആണ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ. റൈറ്റ്, ഇനി നമുക്കൊന്ന് ഹിസ്റ്ററി നോക്കാം ബിറ്റ്കോയിൻ്റെ. ലെറ്റ്സ് ഗോ ബാക്ക് ഓൾ ദ വേ ടു 2013-14. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2013-14 ബിറ്റ്കോയിൻ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു ഇവിടെ. അതിനുശേഷം ഡൗൺ ട്രെൻഡിലേക്ക് പോയി. അതിനുശേഷം ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ, അതായത് MA50 ബ്രേക്ക് ചെയ്തതിന് ശേഷം ബിറ്റ്കോയിൻ എവിടെയാണ് സപ്പോർട്ട് എടുത്തത്? 200 വീക്ക്ലി MAയിലാണ് ഗൈസ്. ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇതിന് ഹിസ്റ്ററി ഇല്ല, ബാക്കോട്ട് ഇതിനില്ല. ബട്ട് ദെൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തതിനെ നമുക്ക് കാണാൻ പറ്റും ഏകദേശം ഈ റേഞ്ചിലായിരിക്കും വരുന്നത്. റൈറ്റ്, ഓക്കെ. സോ 50 നിന്ന് റിജക്ഷൻ കിട്ടി, അതായത് ബ്രേക്ക് ചെയ്തു, താഴത്തേക്ക് പോയി. എന്നിട്ട് 200 വീക്ക്ലി MAയിലാണ് ഇത് പോകുന്നത്. അതിനുശേഷമാണ് അവിടെ നിന്ന് ഒരു അപ്വേർഡ് ട്രെൻഡ് സ്റ്റാർട്ട് ആവുന്നത്. റൈറ്റ്, ഫസ്റ്റ് തിങ്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മുമ്പോട്ടേക്ക് പോവാം. റൈറ്റ്, മുമ്പിലോട്ട് പോയി. യെസ്, ഗോട്ട് ഇറ്റ്. 2017-18 ബുൾ റൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസംബർ, നിങ്ങൾക്ക് കാണാം, ഡേറ്റ് ഇവിടെ താഴെ കാണാൻ പറ്റും. 11 ഡിസംബർ 2017 ആണ് ഈ ക്യാൻഡിൽ. സോ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ബിറ്റ്കോയിൻ അഗെയിൻ താഴെ വന്നു. MA50 അവിടെ ഒരു സപ്പോർട്ട് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ചെറിയൊരു ഫേക്ക് ഔട്ട് കൊടുത്തിട്ട് അഗെയിൻ താഴെ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് എന്ത് പറ്റി? 50 MA ബ്രേക്ക് ചെയ്ത് താഴെ പോയി. അതിനുശേഷം അതിനെ റീടെസ്റ്റ് ചെയ്തു. തിരിച്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്നും കൂടെ റീടെസ്റ്റ് ചെയ്തു. അവിടെ നിന്നൊരു മാസീവ് റിജക്ഷൻ കിട്ടി. എന്നിട്ട് എന്ത് സംഭവിച്ചു? അഗെയിൻ ദ സെയിം തിങ് ഹാപ്പൻഡ്. MA200 അഗെയിൻ സപ്പോർട്ട് കണ്ടെടുത്തത് ബിറ്റ്കോയിൻ. അതിനുശേഷമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു അപ് ട്രെൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. റൈറ്റ്, സോ MA50 വീക്ക്ലി ടൈം ഫ്രെയിമിൽ ബിറ്റ്കോയിൻ MA50 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ MA200 ടെസ്റ്റ് ചെയ്യുന്നതാണ് സാധാരണ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 2014 ഇത് തന്നെ സംഭവിച്ചു. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2013-14 ബുൾ റണ്ണിൽ താഴെ വന്നു, ഇവിടെ MA200 സപ്പോർട്ട് എടുത്തു. അതുപോലെ തന്നെ 2017-18 ഇത് തന്നെ സംഭവിച്ചു. ഇവിടെ 50 റിജക്ഷൻ കിട്ടി, നേരെ 200 സപ്പോർട്ട് എടുത്തു. റൈറ്റ്, അതിനുശേഷം അപ്വേർഡ് ട്രെൻഡ്. ദെൻ ഫാസ്റ്റ് ഫോർവേഡ്, ഇവിടെ നിങ്ങൾക്ക് ഒരു സംഭവം കാണാൻ പറ്റും. ഇതെന്താണെന്ന് അറിയോ? ഇതാണ് കോവിഡ് ക്രാഷ്. ദാറ്റ്സ് എ ബ്ലാക്ക് സ്വാൻ ഇവന്റ്. റൈറ്റ്, ഒരു ബ്ലാക്ക് സ്വാൻ ഇവന്റ് ആണ്. അതായത് അപ്രതീക്ഷിതമായി വന്നിട്ടുള്ളതാണ്, ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ പടപടേന്ന് മാർക്കറ്റ് വീണു. ഇവിടെയും എന്താണ് സംഭവിച്ചത്? MA50 ബ്രേക്ക് ചെയ്തതിനു ശേഷം ബിറ്റ്കോയിൻ MA200 സപ്പോർട്ട് എടുത്തത്. റൈറ്റ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷമാണ് അഗെയിൻ നമ്മുടെ ഏറ്റവും ക്രേസിയസ് ബുൾ റൺ വന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ MA50 എവിടെയാണ്, MA200 എവിടെയാണ്? അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോഴത്തെ ടൈം ഫ്രെയിമിൽ ആസ് യു ക്യാൻ സീ എക്സാക്ട്ലി സെയിം തിങ് ഹാപ്പൻഡ്.
ഇവിടെ ഒരു പുതിയ ഓൾ ടൈം ഹൈ ബിറ്റ് കോയിൻ ക്രിയേറ്റ് ചെയ്തു ഏകദേശം നവംബർ 2021. അതിനുശേഷം ഡൗൺ ട്രെൻഡിലേക്ക് പോയി MA50 ബ്രേക്ക് ചെയ്തു. അതിനുശേഷം എഗെയിൻ റീടെസ്റ്റ് ചെയ്തു MA50. അതിനുശേഷം അവിടെ നിന്ന് റിജക്ഷൻ കിട്ടി. ആൻഡ് ഇപ്പോൾ ബിറ്റ് കോയിൻ നിൽക്കുന്നത് ഏകദേശം MA50യുടെയും MA200ന്റെയും നടുക്കായിട്ടാണ് നിൽക്കുന്നത്. MA200 എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഏകദേശം ഇവിടെ നിന്ന് കാണാൻ പറ്റും 22,183. അതായത് ഗൈസ്, ഈ മൂവിങ് ആവറേജസ് എപ്പോഴും ഡെയിലി പോകുന്തോറും പയ്യെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അത് എല്ലാ ദിവസവും സെയിം ആയിരിക്കില്ല. ആസ് യു നോ, മൂവിങ് ആവറേജ് ആണിത്. പതിയെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു സ്ലാന്റിങ് ലൈൻ ആണിത്, റൈറ്റ്? സോ ഇത് ഇപ്പോൾ ഉള്ളത് 22,100 സംതിങ്ങിലാണ്. സോ അത് കുറച്ച് നാൾ ഇപ്പോൾ ബിറ്റ് കോയിൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ബിറ്റ് കോയിൻ ഇങ്ങനെ സൈഡ് വേസ് ആണ് മൂവ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം നിങ്ങൾ. ഓക്കെ, ഇപ്പൊ എന്ത് സംഭവിക്കുന്നത്? നൈസായിട്ട് ഈ ദിവസങ്ങൾ പോകുന്തോറും അല്ലെങ്കിൽ മാസങ്ങൾ പോകുന്തോറും ഈ MA പതിയെ ഇങ്ങനെ മുകളിലേക്ക് പോകും, റൈറ്റ്? സോ അവിടെ നമുക്കൊരു സപ്പോർട്ട് എടുക്കാൻ പറ്റും MA-യുടെ. അല്ല, ഇതിപ്പം ബിറ്റ് കോയിൻ ക്യാപിറ്റുലേഷൻ മോഡിലാണ് പോകുന്നത്, അതായത് പടേന്ന് താഴത്തേക്കാണ് ഇപ്പൊ ഡയറക്ട്ലി പോകുന്നത് വിചാരിക്കുക. സോ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും MA200 ഉള്ളത് 22,000 ആ റേഞ്ചിലാണ്, റൈറ്റ്? നൗ എക്സാക്ട്ലി ഈ 200 MA തന്നെ വന്ന് നിൽക്കുമോ? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഗൈസ്. ഹിസ്റ്ററി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന വീക്ക്ലി 200 MA ഭയങ്കര ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ നിങ്ങൾ കുറച്ച് പോയിന്റ്സ് കൺസിഡർ ചെയ്യണം. പോയിന്റ് നമ്പർ 1, എപ്പോഴും നമ്മൾ എത്ര പ്രാവശ്യം സപ്പോർട്ടിനെയോ റെസിസ്റ്റന്റിനെയോ ഹിറ്റ് ചെയ്യുന്നു അത്രയും അത് വീക്ക് ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു 100 ആണ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം നമ്മൾ 100ന് അവിടെ ഒരു പ്രാവശ്യം ഹിറ്റ് ചെയ്തു, 2 പ്രാവശ്യം ഹിറ്റ് ചെയ്തു, 3 പ്രാവശ്യം ഹിറ്റ് ചെയ്തു, ഇങ്ങനെ ഓരോ പ്രാവശ്യം ഹിറ്റ് ചെയ്യുമ്പോഴും അത് വീക്ക് ആയിക്കൊണ്ടിരിക്കും, അത് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് സപ്പോർട്ട്. ഒരു പ്രാവശ്യം നമ്മൾ $100 സപ്പോർട്ട് എടുത്തു, $100 പിന്നെയും സപ്പോർട്ട് എടുത്തു, അപ്പോൾ അത് വീക്ക് ആയിക്കൊണ്ടിരിക്കും, റൈറ്റ്? സോ ഇവിടെയും ഇപ്പൊ 2-3 പ്രാവശ്യം ബിറ്റ് കോയിൻ ഇതേ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. സോ ഇത്തവണ ഇത് വീക്കാണോ അതോ ഇതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുമോ, ഇപ്പോഴും അത് ബിറ്റ് കോയിനെ പിടിച്ചു നിർത്താനുള്ള സ്ട്രെങ്ത് MA200 ഉണ്ടോ എന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, നൗ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു MA കൂടി ഇവിടെ ആഡ് ചെയ്യാം. കാരണം എന്താ അറിയോ, മാർക്കറ്റ് എപ്പോഴും നിങ്ങൾക്ക് ഇപ്പൊ ഞാനിത് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞല്ലോ, ഇതുപോലെ തന്നെ എല്ലാവരെയും നല്ല ട്രേഡേഴ്സിനൊക്കെ ഇത് അറിയാൻ പറ്റും. സോ എല്ലാ ട്രേഡേഴ്സും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ബിറ്റ് കോയിൻ 200 MA വന്നതിനാൽ അതായിരിക്കും ബോട്ടം, അപ്പൊ അവിടെ നമുക്ക് ബൈങ് ചെയ്യാം എന്ന് എല്ലാവരും വിചാരിക്കും. ബട്ട് മാർക്കറ്റ് എന്താ ചെയ്യുന്നത്? അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യം. അപ്പൊ എന്ത് ചെയ്യും? മാർക്കറ്റ് ഒരു ചെറിയ ഫേക്ക് ഔട്ട് നടത്തും. യുനോ വൈ? ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ സൂം ചെയ്യുന്നുണ്ട് ഇവിടെ, വളരെ രസകരമായ ഒരു ഫാക്ടർ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 50 MA ഇല്ലേ, ഈ 50 MA ഇത് ബ്രേക്ക് ചെയ്തു, എന്നിട്ട് അതിന്റെ വേറൊരു ക്യാൻഡിൽ, ഒരു വീക്ക്ലി ക്യാൻഡിൽ അതിന്റെ മുകളിലേക്ക് ക്ലോസ് ആയിട്ടുണ്ട്, റൈറ്റ്? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ എല്ലാവരും വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ, ഓക്കെ, പുതിയ ബുൾ റൺ തുടങ്ങി, ഇനിയിപ്പോൾ 100K ബിറ്റ് കോയിൻ പോകും, ബിറ്റ് കോയിൻ ടു ദ മൂൺ എന്ന് എല്ലാവരും വിചാരിച്ചു. ബട്ട് എന്താണ് സംഭവിച്ചത്? അതൊരു ഫേക്ക് ഔട്ട് ആയിരുന്നു, റൈറ്റ്? എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് എല്ലാ ബുൾസിനെയും ട്രാപ്പ് ചെയ്തുകൊണ്ട് പടയെന്ന് പിന്നെയും താഴത്തേക്ക് വന്നു ബിറ്റ് കോയിൻ. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് ബോട്ടം നോക്കുമ്പോഴും അതേ സെയിം സിനാരിയോ സംഭവിക്കാം. ഇനി ഫേക്ക് ഔട്ട് താഴെ നടക്കുന്നുണ്ടെങ്കിൽ അത് എവിടം വരെ പോകാം? സോ ലെറ്റ്സ് ടേക്ക് അനദർ ഇൻഡിക്കേറ്റർ. MA തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. MAയിൽ ലെറ്റ്സ് ചെക്ക് അവർ 300 MA നമുക്ക് എടുക്കാം, റൈറ്റ്? നമുക്ക് ഇതിന്റെ കളർ വൈറ്റ് കൊടുക്കാം. ഓക്കെ, വൈറ്റ് ഫോർ പീസ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 300 MA ഉള്ളത് 16,400 സംതിങ്ങിന്റെ അവിടെയാണ് ഉള്ളത്. അധികം ഗ്യാപ്പ് ഒന്നുമില്ല, 22,000 ആൻഡ് 16,500 അടുത്താണുള്ളത്, റൈറ്റ്? സോ ഇവിടെയാണ് 300 MA ഉള്ളത്. നൗ 200 MA താഴെ വന്നു കഴിഞ്ഞാൽ ഫേക്ക് ഔട്ട് 300 MA വരെ വരാം എന്ന് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? എഗെയിൻ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ഹിസ്റ്ററി. ഓക്കെ, ലാസ്റ്റ് ഒരു പ്രാവശ്യം ഇവിടെ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ദ ബ്ലാക്ക് സ്വാൻ ഇവന്റ്, ദാറ്റ് ഈസ് ദ കോവിഡ് ക്രാഷ്. കോവിഡ് ക്രാഷിന്റെ സമയത്ത് എന്ത് സംഭവിച്ചു? 200 MA അവിടെ നിന്ന് വീക്ക്ലി MA അവിടെ നിന്ന് താഴത്തേക്ക് വന്ന് ഒരു ഫേക്ക് ഔട്ട് കൊടുത്തു, ഒരു വിക്ക് താഴത്തേക്ക് പോയി. എവിടെയാണ് സപ്പോർട്ട് എടുത്തത്? എക്സാക്ട്ലി 300 MA. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 300 MA വരെ ഫേക്ക് ഔട്ട് കൊടുത്തു, അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടി, ബൂം, അതേ ക്യാൻഡിൽ തിരിച്ച് മുകളിൽ 200 MA അവിടെ ക്ലോസ് ആയി. അതിനുശേഷം അപ്വേർഡ് ട്രെൻഡ്. ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും 200 MA ആൻഡ് 300 MA അത്ര ഡിസ്റ്റൻസിലല്ല നിൽക്കുന്നത്, വളരെ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്, റൈറ്റ്? സോ ഇവിടെയും ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ ഇവിടെ ഒരു ചെറിയൊരു താഴത്തേക്ക് വന്നു, മുകളിലേക്ക് ഒരു ഫേക്ക് ഔട്ട് കൊടുത്തു, ദെൻ
താഴത്തേക്ക് പട്ടേന്ന് ഒരു ക്യാപിറ്റുലേഷൻ ഇവിടം വരെ വരാം, അതായത് 300 വീക്ക്ലി MA വരാം. അതിനുശേഷം അതൊരു വിക്കായിരിക്കും അതേ ആഴ്ച, അതായത് മേ ബി ഒരു 1 day or 2 day വരാൻ സാധ്യതയില്ല, എന്നാലും ഒരു 1 or 2 days അവിടെ താഴെ റേഞ്ചിൽ നിന്ന്. ഇത് വീക്ക്ലി ക്യാൻഡിൽസ് ആണ് ഗൈസ്. സോ ഡെയിലി ഒരു ദിവസമോ 2 ദിവസമോ ചിലപ്പോൾ ക്യാൻഡിൽ അവിടെ ക്ലോസ് ആവാം. അതിനുശേഷം തിരിച്ച് അതേ വീക്ക്ലി ക്യാൻഡിൽ തിരിച്ച് ഇവിടെ നമുക്ക് 200 MA സപ്പോർട്ട് എടുക്കുന്നു, അതായത് 200 MA പൊക്കത്തേക്ക് ക്ലോസ് ആവുന്നു. അതിനുശേഷം ഒരു ഇമ്പൾസീവ് ബുൾ റൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, റൈറ്റ്? സോ ഏകദേശം എൻ്റെ കാൽക്കുലേഷനിൽ ഇങ്ങനെ ആവാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ 200 MA ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും തീർന്നു ബിറ്റ് കോയിൻ എന്ന്. ബട്ട് ദെൻ താഴെ 300 MA സപ്പോർട്ട് ഉണ്ടാവും. സോ എല്ലാ ബേസിനെയും ട്രാപ്പ് ചെയ്യും. അതിനുശേഷം ഒരു അപ്വേർഡ് ട്രെൻഡ്, എല്ലാ ഷോർട്ടിനെയും ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ട് ബൂം മുകളിലേക്ക് പോകും, റൈറ്റ്? സോ MA വെച്ചിട്ട് നമുക്ക് അപ്പോൾ ഏകദേശം പ്രൈസ് റേഞ്ച് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 second, പ്രൈസ് റേഞ്ച് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ദെൻ നമുക്കൊരു ചെറിയൊരു കാൽക്കുലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ റേഞ്ച് നമുക്ക് പിടിക്കാം. അതായത് ഈ പറയുന്ന 200 MA 300 MA മിഡിലുള്ള അത് ഒരു ഗോൾഡൻ സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്ന് വെച്ചാൽ അവിടെ നമുക്ക് DCA ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. നൗ ഗൈസ്, എല്ലാ എമൗണ്ടും ഇവിടെ വരുമ്പോൾ എല്ലാ എമൗണ്ടും എടുത്തിടരുത്. കാരണം എഗെയിൻ ബിറ്റ് കോയിൻ ഇനിയും താഴെ പോകാൻ സാധ്യതയുണ്ട്. വൈ? അത് മൂവിങ് ആവറേജ് വെച്ചല്ല ഞാൻ പറയുന്നത്, മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ അത് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണത്, എന്താണത്, അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. മേക്ക് ഷുർ യു സബ്സ്ക്രൈബ് ദ ചാനൽ. റെഡ് കളർ ബട്ടണിന് താഴെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓസം ആൽഫ കോണ്ടന്റ്, ആൽഫ ബോംബാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. മേക്ക് ഷുർ യു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 22,000 റേഞ്ച് മുതൽ 16,500 റേഞ്ച് വരെയാണ് ഒരു ഗോൾഡൻ സോൺ വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ അകത്ത് ഒരു DCA സ്ട്രാറ്റജി വെച്ച് നിങ്ങൾ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗുഡ് ഇനഫ് ബോട്ടം എന്ന് വെച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ഫാക്ടറിൽ, ലൈക്ക് മൂവിങ് ആവറേജ് വെച്ച് നോക്കുമ്പോൾ മാത്രം, റൈറ്റ്? ഇനി മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ചില ഫാക്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ ചിലപ്പോൾ അതിനും താഴത്തേക്ക് പോകാമെന്നാണ്, റൈറ്റ്? Now that is a concerning factor. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. സോ ഗൈസ്, ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. കുറച്ച് ലെങ്തി ആയെന്ന് തോന്നുന്നു. ബട്ട് ദെൻ എനിക്ക് ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ എനിക്ക് നല്ലോണം നിങ്ങളെ പഠിപ്പിക്കാനാണ് ആഗ്രഹം. വെറുതെ വ്യൂസ് കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണമാകണം, നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റണം. എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയാലല്ലേ നിങ്ങൾ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തതിൽ എന്തെങ്കിലും കാര്യമുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. വളരെ എളുപ്പമായിട്ടും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് ഞാൻ, റൈറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, കാരണം ന്യൂ ചാനലാണ്. ലെറ്റ്സ് ഗ്രോ ദിസ് കമ്മ്യൂണിറ്റി ആൻഡ് ലെറ്റ്സ് മേക്ക് ദിസ് ചാനൽ ദ ബെസ്റ്റ് ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി ഇൻ ദ വേൾഡ്, റൈറ്റ്? ഇൻ ദ വേൾഡ്. ഞാനിവിടെ കേരളത്തിൻ്റെയോ ഇന്ത്യയുടെ കാര്യമല്ല പറയുന്നത്, ഇൻ ദ വേൾഡ്, ഓൾറൈറ്റ്? ഇൻ ദ യൂണിവേഴ്സ്. ഓക്കെ, ഓൾറൈറ്റ്. സോ ഗൈസ്, ദാറ്റ്സ് പ്രീറ്റി മച്ച് ഇറ്റ്. അൻടിൽ നെക്സ്റ്റ് ടൈം, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ് signing out. I love you all. Print money.